ഹലോ, ഞാൻ ലിബിനി. അപ്പൊ ഇന്ന് ശനിയാഴ്ച 29-ാം തീയതി ഇന്ന് ഒരു പടം റിലീസായിട്ടുണ്ട്. റിലീസ് അഭിലാഷം എന്ന് പറഞ്ഞൊരു പടം. അതായത് സൈജി കുറുപ്പിന്റെ, പിന്നെ ആക്ട്രസിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സൈജി കുറുപ്പിന്റെ സിനിമ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യം, എനിക്ക് അറിയുള്ളൂ. സൈജി കുറുപ്പിന്റെ പേര് മാത്രമേ ഞാൻ മെയിനായിട്ട് എടുത്തുള്ളൂ. പിന്നെ പടത്തില് സൈജി കുറുപ്പിനെ കൂടാണ്ട് അർജുന അശോകൻ, ഹരിശ്രേഷവന്റെ മകൻ അർജുന അശോകനും നല്ല രീതിയിൽ വേഷമിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു കോമഡി കഥാപാത്രമാണ് ചെയ്തേക്കണേ. അത് പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മന്തിക്കട, പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിലെ നായിക പേര് കൃത്യമായിട്ട് അറിയില്ല, പേര് അത് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണും. എന്തായാലും നായിക നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കൂടാണ്ട് ഒരു കൊച്ചു ഇതിലൊരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ആ കൊച്ചും ഈ പറഞ്ഞോണം നല്ല രസമായിട്ട് കാണാൻ തന്നെ നല്ല രസമാണ്. ഒരു ഹിന്ദിക്കാരി കൊച്ചായിട്ടാണ് പടത്തിൽ അഭിനയിച്ചത്. പടം ഗംഭീര പടമാണ്, ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടം. ഒട്ടും ലാഗ് തോന്നിക്കല്ല. 2 മണിക്കൂർ പടത്തിന് ദൈർഘ്യമുള്ളൂ, പക്ഷെ ഒട്ടും ലാഗ് തോന്നിക്കാതെ സിമ്പിളായിട്ട് കഥ പറഞ്ഞോണ ഒരു സിനിമ. അതാണ് അഭിലാഷം. പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു എങ്ങനെ പറയാ, ഒരു വിഷമം പോലെ വരും. കാരണം ആ പടത്തിന്റെ ക്ലൈമാക്സ് അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ആ ക്ലൈമാക്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നാലാണ് ഒരുമാതിരിപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ചിരിച്ച് രസിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് വരില്ലായിരുന്നു. ഇതിപ്പോ എല്ലാവരും ഒരു ട്രാജഡി ആയിട്ടാണ് ഈ ക്ലൈമാക്സ് തീർത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പടത്തിനെ ബാധിക്കുന്നതല്ല കേട്ടോ, ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. പടം എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും ഇത് പറയാനില്ല. ഇത് നല്ല നല്ല പാട്ടുകളും ഉണ്ട്. സൈജി ഗ്രൂപ്പിന്റെ ഒരു ഗംഭീര, അതായത് സ്ഥിരം പുള്ളിയുടെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു കടം കയറി കഥാപാത്രമാണ് പുള്ളി ചെയ്യാറുള്ളത്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ്. കടം കയറിയിട്ടില്ല, എന്നാലും ഒരു നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ഒരു ഗംഭീര റോള്. കഥയുടെ ചുരുക്കം എന്ന് പറഞ്ഞാണെങ്കിൽ അത് ചെറുപ്പം തുടങ്ങുന്ന ഒരു ഇഷ്ടം തുറന്നു പറയാൻ പറ്റാണ്ട് പോണ ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ കൂടെ സൈജി ഗ്രൂപ്പ് ഗംഭീരമായിട്ട് പുള്ളി അത് ഇമോഷണലൊക്കെ കണക്ട് ചെയ്ത് പുള്ളി ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം ഒരു തിയേറ്റർ വാച്ചബിൾ ഉള്ള ഒരു സിനിമയാണ് അഭിലാഷം എന്ന് പറഞ്ഞത്. എന്തായാലും കണ്ടു നോക്ക്. എന്തായാലും നിരാശപ്പെടുത്തില്ല, അത് ഉറപ്പാണ്. ഇപ്പുറത്ത് പക്ഷെ ബിഗ് ബഡ്ജറ്റ് പടമാണ്, എമ്പുരാനാണ്. എമ്പുരാൻ പോലെ ഒരു പടമല്ല. എമ്പുരാനായിട്ട് ഒരിക്കലും ഈ പടത്തിനെ കമ്പയർ ചെയ്യാനും കൂടി ഇല്ല. അതായത് എമ്പുരാന്റെ 7 ആൾക്കും കൂടെ ഈ പടം പോവില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എന്നിരുന്നാലും ഒരു ഫാമിലി നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് അഭിലാഷം. അപ്പൊ കാണാനുള്ളവരൊക്കെ പോയി കണ്ടു. ശരി.